യൂക്കാരിയ ഡൊമെയിനിലെ അനിമേലിയ കിങ്ഡത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി. ആനിമേലിയ കിങ്ഡത്തിന് കീഴിൽ 35ഓളം ഫൈലങ്ങളായിട്ട് ജീവജാലങ്ങളെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അവയിൽ നിന്ന് പ്രധാനപ്പെട്ട 4 ഫൈലങ്ങളെപ്പറ്റി മാത്രം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആ 4 ഫൈലങ്ങൾ: 1 ആർത്രോപോഡ, 2 മൊളസ്ക, 3 അനലിഡ, 4 കോർഡേറ്റ. മൃഗലോകത്തെ 80% വരുന്ന ഏറ്റവും വലിയ വിഭാഗമാണ് ആർത്രോപോഡ. പൂമ്പാറ്റ, കൊഞ്ച്, ചിലന്തി, തേൾ എന്നീ ജീവികൾ ആർത്രോപോഡ ഫൈലത്തിൽ ഉൾപ്പെടുന്ന ജീവികൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. സന്ധികളുള്ള കാലുകൾ, അതായത് ജോയിന്റഡ് ലെഗ്സ് ആണ് ഇവയുടെ പ്രത്യേകത. ആർത്രോപോഡ ഫൈലത്തിൽ ഉൾപ്പെടുന്ന മിക്ക ജീവികളുടെയും ശരീരത്തിന്റെ പുറം ഭാഗത്ത് കട്ടിയുള്ള ആവരണം ഉണ്ടാകും. അതായത് അതിന്റെ അസ്ഥികുടം ശരീരത്തിന് പുറത്തായിരിക്കും ഉണ്ടാവുക. 2 കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. 1 സന്ധികളുള്ള കാലുകളുള്ള ജീവി, 2 ശരീരത്തിന് പുറത്ത് അസ്ഥികുടം ഉള്ള ജീവി. രണ്ടാമതായി മൊളസ്ക എന്ന ഫൈലത്തിൽ ഉൾപ്പെടുന്ന ജീവികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒച്ച്, മുത്തുച്ചിപ്പി, കക്കകൾ, കൂന്തൽ, നീരാളി എന്നീ ജീവികളാണ് മൊളസ്ക ഫൈലത്തിൽ ഉൾപ്പെടുന്ന ജീവികൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. മൊളസ്ക വിഭാഗത്തിൽപ്പെട്ട ജീവികൾക്ക് വളരെ മൃദുവായ ശരീരമാണുള്ളത്. അവയുടെ ശരീരത്തിനുള്ളിൽ എല്ലുകൾ ഉണ്ടാവില്ല. എന്നാൽ മിക്ക ജീവികൾക്കും കാൽസ്യം കൊണ്ടുണ്ടാക്കിയ കട്ടിയുള്ള പുറന്തോടുണ്ടായിരിക്കും. 2 കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി: എല്ലുകളില്ലാത്ത മൃദുവായ ശരീരം, കാൽസ്യം കൊണ്ടുണ്ടാക്കിയ കട്ടിയുള്ള പുറന്തോട്. മൂന്നാമതായിട്ട് അനലിഡ എന്ന ഫൈലത്തിൽ ഉൾപ്പെടുന്ന ജീവികളുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. മണ്ണിര, അട്ട ഇതുപോലെയൊക്കെയുള്ള ശരീരത്തിന് വളയങ്ങൾ കൊണ്ട് പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള ജീവികളാണ് അനലിഡ വിഭാഗത്തിൽപ്പെടുന്ന ജീവികൾ. ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി: വളയങ്ങൾ കൊണ്ട് ശരീരത്തിന് പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള ജീവി. നാലാമതായിട്ട് കോർഡേറ്റ എന്ന ഫൈലത്തിൽ ഉൾപ്പെടുന്ന ജീവികളുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. കോർഡേറ്റ ഫൈലത്തിൽ ഉൾപ്പെടാൻ ഒരു ജീവിക്ക് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശരീരത്തിൽ നോട്ടോകോർഡ് ഉണ്ടായിരിക്കണം. എന്താണ് നോട്ടോകോർഡ്? ശരീരത്തിന്റെ നടുഭാഗത്ത് നീളത്തിൽ കാണുന്ന വഴക്കമുള്ള ഒരു ദണ്ട് പോലെയുള്ള ഭാഗമാണ് നോട്ടോകോർഡ്. കോർഡേറ്റ എന്ന പേര് തന്നെ വന്നത് ഇതിൽ നിന്നാണ്. നോട്ടോകോർഡുള്ള ജീവികളെയാണ് കോർഡേറ്റ ഫൈലത്തിൽ ഉൾപ്പെടുത്തുന്നത്. മനുഷ്യരിൽ ഭ്രൂണാവസ്ഥയിൽ നോട്ടോകോർഡ് ഉണ്ടാവും. പിന്നീട് അത് നട്ടെല്ലായിട്ട് വികസിക്കും. മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നോട്ടോകോർഡിനെ നമുക്ക് നട്ടെല്ല് എന്ന് തന്നെ മനസ്സിലാക്കാം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. കോർഡേറ്റ ഫൈലത്തിലെ എല്ലാ ജീവികൾക്കും ഉണ്ടാവേണ്ടത് നോട്ടോകോർഡാണ്. നോട്ടോകോർഡിനെ നമ്മൾ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നട്ടെല്ല് എന്ന് പറയുന്നു. മനുഷ്യന് നട്ടെല്ലായി മാറിയിരിക്കുന്നത് നോട്ടോകോർഡാണ്. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ പറയാം: നട്ടെല്ലുള്ള ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് കോർഡേറ്റ. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നട്ടെല്ലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് ദേഷ്യം വരും, അല്ലേ? നട്ടെല്ലില്ലാത്തവർ എന്നൊക്കെ പറയുന്നത് ഒരു അധിക്ഷേപമാണ്, നമുക്കറിയാം. നിങ്ങൾക്ക് നട്ടെല്ലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഒരല്പം ഒഫൻസീവായിട്ടുള്ള ഒരു ചോദ്യമാണ്. എങ്കിലും മനുഷ്യന് നട്ടെല്ലുണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ചോദിക്കേണ്ടിയിരിക്കുന്നു. ഉണ്ടോ? മനുഷ്യന് നട്ടെല്ലുണ്ടോ? ഉണ്ട്, മനുഷ്യന് നട്ടെല്ലുണ്ട്. നട്ടെല്ലിന് നടുവിൽ സുഷ്മന നാഡിയുണ്ട്. അത് നമ്മുടെ തലച്ചോറുമായി ബന്ധിപ്പിച്ചിട്ടുമുണ്ട്. നട്ടെല്ലുള്ള ജീവികൾ ഉൾപ്പെടുന്ന, നോട്ടോകോർഡുള്ള ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് കോർഡേറ്റ ഫൈലം. അതുകൊണ്ട് തന്നെ നട്ടെല്ലുള്ള മനുഷ്യനെയും നമുക്ക് കോർഡേറ്റ ഫൈലത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ നമ്മൾ ടാക്സോണമിയുടെ ആദ്യത്തെ 3 ക്ലാസിഫിക്കേഷനുകളായ ഡൊമൈൻ, കിങ്ഡം, ഫൈലം എന്നീ ക്ലാസിഫിക്കേഷനുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത ക്ലാസിഫിക്കേഷനായ ക്ലാസ്സിലേക്ക് പോകാം. നട്ടെല്ലുള്ള ജീവികൾ ഉൾപ്പെടുന്ന കോർഡേറ്റ ഫൈലത്തിന് വീണ്ടും പലതരം ക്ലാസ്സുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി കോർഡേറ്റ ഫൈലത്തിന് കീഴിലുള്ള പ്രധാനപ്പെട്ട, നമുക്കേറെ പരിചയമുള്ള 4 ക്ലാസ്സുകളെ പറ്റി മാത്രം നമുക്ക് എടുത്തൊന്ന് അറിയാൻ ശ്രമിക്കാം. അവ: 1 പക്ഷികൾ, 2 ഉരഗങ്ങൾ, 3 മത്സ്യങ്ങൾ, 4 സസ്തനികൾ. ആദ്യത്തെ ക്ലാസ്സായ പക്ഷികളുടെ പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പക്ഷികളെപ്പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. എങ്കിലും എന്തൊക്കെയാണ് ശാസ്ത്രീയമായിട്ട് അവയെപ്പറ്റി പറയുന്നത് നമുക്ക് നോക്കാം. തത്ത, കഴുകൻ, മയിൽ, ഒട്ടകപ്പക്ഷി ഇതൊക്കെ പക്ഷികൾക്ക് ഉദാഹരണമാണ്, അല്ലേ? തൂവലുകൾ കൊണ്ട് ശരീരം പൊതിഞ്ഞിരിക്കുന്ന ജീവികളാണ് പക്ഷികൾ. പക്ഷികളുടെ മുൻകാലുകളാണ് യഥാർത്ഥത്തിൽ ചിറകുകളായിട്ട് മാറിയിരിക്കുന്നത്. പല്ലില്ലാത്ത കൊക്കുകളാണ് പക്ഷികൾക്കുള്ളത്. പക്ഷികൾ ഉഷ്ണരക്തമുള്ള ജീവികളാണ്. 4 അറകളുള്ള ഹൃദയമാണ് പക്ഷികൾക്കുള്ളത്. ഭാരം കുറഞ്ഞ അസ്ഥികളാണ് പക്ഷികളെ പറക്കാൻ സഹായിക്കുന്നത്. പക്ഷികൾ മുട്ടയിടുന്ന ജീവികളാണ്. പക്ഷികൾ എന്ന ക്ലാസ്സിനെ പറ്റി പറയുമ്പോൾ 4 കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി.
ഒന്ന്, തൂവലുകൾ കൊണ്ട് ശരീരം പൊതിഞ്ഞിരിക്കുന്ന ജീവി. 2, മുൻകാലുകൾ ചിറകുകളായിട്ട് ഉപയോഗിക്കുന്ന ജീവി. 3, പല്ലില്ലാത്ത കൊക്കുകളുള്ള ജീവി. 4, കാൽസ്യം കാർബണേറ്റ് കൊണ്ടുള്ള കട്ടിയുള്ള തോടുകളുള്ള മുട്ടകളിടുന്ന ജീവി. ഇനി നമുക്ക് കോർഡേറ്റ ഫൈലത്തിലെ രണ്ടാമത്തെ ക്ലാസ്സായ ഉരകങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. പാമ്പ്, പല്ലി, ആമ, മുതല എന്നീ ജീവികളൊക്കെ ഉരകങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. വരണ്ട ശൽക്കങ്ങൾ കൊണ്ട് പൊതിഞ്ഞ തൊലിയുള്ള ജീവികളാണ് ഉരകങ്ങൾ. ഇവ ശീതരക്തമുള്ള കോൾഡ് ബ്ലഡഡ് ജീവികളാണ്. അതായത് ഇവയുടെ ശരീര താപനില നിയന്ത്രിക്കാൻ ഉഷ്ണരക്തമുള്ള ജീവികളെ പോലെ ശരീരത്തിനകത്ത് പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല. ശരീരം ചൂടാക്കണമെങ്കിൽ വെയിൽ കൊള്ളണം, ശരീരം തണുപ്പിക്കണമെങ്കിൽ തണുപ്പുള്ള ഇടങ്ങളിലേക്ക് മാറണം. ഉരകങ്ങൾ മുട്ടയിടുന്ന ജീവികളാണ്. മിക്ക ഉരകങ്ങളുടെയും മുട്ടയുടെ തോട് തുകൽ പോലുള്ളതായിരിക്കും. കൂടുതൽ ഉരകങ്ങളുടെയും ഹൃദയത്തിൽ 3 അറകളാണ് ഉണ്ടാവുക. എന്നാൽ മുതലയുടെ ഹൃദയത്തിൽ മാത്രം 4 അറകളുണ്ട്. ഉരകങ്ങൾ എന്ന ക്ലാസ്സിനെ പറ്റി ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, വരണ്ട ശൽക്കങ്ങൾ കൊണ്ട് ശരീരം പൊതിഞ്ഞിരിക്കുന്ന ജീവി. 2, മിക്ക ഉരകങ്ങളുടെയും മുട്ടയുടെ തോട് തുകൽ പോലുള്ളതായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് കോർഡേറ്റ ഫൈലത്തിലെ 3ാമത്തെ ക്ലാസ്സായ മത്സ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. മത്സ്യങ്ങൾ, അതായത് മീനുകൾ, അതെന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ചെകിളകൾ ഉപയോഗിച്ച് ശ്വസിക്കുന്ന, ശീതരക്തമുള്ള, ചെതുമ്പലുകളാൽ പൊതിഞ്ഞ തൊലിയുള്ള, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളാണ് മത്സ്യങ്ങൾ. മത്സ്യങ്ങളുടെ വർഗത്തിൽപ്പെടുന്ന ജീവികളിൽ കൂടുതലും മുട്ടയിടുന്നവയാണ്. മിക്ക മത്സ്യങ്ങളുടെയും മുട്ടകൾ മൃദുവായ ജെല്ലി പോലുള്ള പദാർത്ഥം കൊണ്ട് പൊതിഞ്ഞവയായിരിക്കും. എന്നാൽ ഗപ്പി പോലുള്ള ചില മത്സ്യങ്ങൾ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവയാണ്. മത്സ്യങ്ങളുടെ ഹൃദയത്തിന് സാധാരണയായിട്ട് 2 അറകളാണ് ഉണ്ടാവുക. മത്സ്യങ്ങൾ എന്ന ക്ലാസ്സിനെ പറ്റി ഓർത്തിരിക്കേണ്ട 4 കാര്യങ്ങൾ. 1, ശരീരം ചെതുമ്പലുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ജീവി. 2, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവി. 3, ചെകിളകൾ ഉപയോഗിച്ച് ശ്വസിക്കുന്ന ജീവി. 4, മിക്ക മത്സ്യങ്ങളുടെയും മുട്ടകൾ മൃദുവായ ജെല്ലി പോലുള്ള പദാർത്ഥം കൊണ്ട് പൊതിഞ്ഞവയാണ്. കോർഡേറ്റ ഫൈലത്തിലെ 4ാമത്തെ ക്ലാസ്സായ സസ്തനികളുടെ പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് നമുക്കിനി നോക്കാം. മനുഷ്യൻ, പശു, ആന, തിമിംഗലം, ഡോൾഫിൻ എന്നീ ജീവികളെ സസ്തനികൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അതെ, തിമിംഗലവും ഡോൾഫിനും കടലിൽ ജീവിക്കുന്നുവെങ്കിലും അവ മത്സ്യങ്ങളല്ല, സസ്തനികളാണ്. ഇവ ശ്വസിക്കുന്നത് ചെകിളകൾ ഉപയോഗിച്ചല്ല, നമ്മളെപ്പോലെ ശ്വാസകോശം ഉപയോഗിച്ചാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ശ്വാസകോശം ഉപയോഗിച്ച് ശ്വസിക്കുന്നു എന്നത് സസ്തനികളുടെ മാത്രം പ്രത്യേകതയല്ല. പക്ഷികളും ഉരകങ്ങളും ശ്വാസകോശം ഉപയോഗിച്ച് ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സസ്തനികളുടെ മാത്രം പ്രത്യേകത? സസ്തനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സസ്തനികൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് വളർത്തുന്നു എന്നതാണ്. പക്ഷികളുടെ ശരീരത്തിൽ തൂവലുകൾ ഉള്ളതുപോലെ, ഉരകങ്ങളുടെ ശരീരത്തിൽ ശൽക്കങ്ങൾ ഉള്ളതുപോലെ, മത്സ്യങ്ങളുടെ ശരീരത്തിൽ ചെതുമ്പലുകൾ ഉള്ളതുപോലെ സസ്തനികളുടെ ശരീരത്തിലുള്ളത് രോമങ്ങളാണ്. നല്ലൊരു ശതമാനം സസ്തനികളുടെയും ചെവി പുറത്തോട്ട് തള്ളി നിൽക്കുന്നവയായിരിക്കും. എക്സ്റ്റേണൽ ഇയേഴ്സ് എന്നാണ് ഇതിനെ പറയുക. സസ്തനികൾ ഉഷ്ണരക്തമുള്ള ജീവികളാണ്. ശരീര താപനില നിയന്ത്രിക്കാൻ ശരീരത്തിനുള്ളിൽ തന്നെ അവയ്ക്ക് സംവിധാനങ്ങളുണ്ട്. വളരെ അപൂർവം സസ്തനികൾ ഒഴികെ ഭൂരിഭാഗം സസ്തനികളും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവയാണ്. സസ്തനികളിൽ പ്ലാറ്റിപ്പസും എക്കിഡ്നകളും മാത്രമാണ് മുട്ടയിടുന്ന സസ്തനികൾ. സസ്തനികളുടെ ഹൃദയത്തിൽ 4 അറകളാണുള്ളത്. സസ്തനികൾ ശ്വാസകോശം ഉപയോഗിച്ച് ശ്വസിക്കുന്ന ജീവികളാണ്. സസ്തനികൾ എന്ന ക്ലാസ്സിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങൾ. 1, ജീവിതത്തിൻ്റെ ഏതെങ്കിലും സ്റ്റേജിൽ ശരീരത്തിൽ രോമങ്ങളുള്ള ജീവി. 2, കുഞ്ഞുങ്ങളെ പാല് കൊടുത്ത് വളർത്തുന്ന ജീവി. ആദ്യം നമ്മൾ പറഞ്ഞ തിമിംഗലവും ഡോൾഫിനും ഉൾപ്പെടെയുള്ള എല്ലാ സസ്തനികളുടെയും പ്രധാന സവിശേഷതകളാണ് ഇവ. കോർഡേറ്റ ഫൈലത്തിന് കീഴിലുള്ള പക്ഷികൾ, ഉരകങ്ങൾ, മത്സ്യങ്ങൾ, സസ്തനികൾ എന്ന 4 ക്ലാസ്സുകളെ പറ്റി നമ്മൾ വിശദമായിട്ട് സംസാരിച്ചു. ഇനി നമ്മൾക്ക് മനുഷ്യൻ്റെ കാര്യം ഒന്നെടുക്കാം. മനുഷ്യൻ ഏത് ക്ലാസ്സിലാണ് ഉൾപ്പെടുന്നത് എന്ന് നോക്കാം. മനുഷ്യൻ ഏത് ക്ലാസ്സിലാണ് ഉൾപ്പെടുന്നത് എന്നറിയാനായിട്ട് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കണം. 1ാമത്തെ ചോദ്യം, മനുഷ്യൻ ഉഷ്ണരക്തമുള്ള ജീവിയാണോ? അതെ, മനുഷ്യൻ ഉഷ്ണരക്തമുള്ള ജീവിയാണ്. പുറത്തെ കാലാവസ്ഥ എന്തു തന്നെയായാലും ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസിൽ ശരീര താപനില ക്രമീകരിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. അന്റാർട്ടിക്കയിൽ പോയാലും ജീവിച്ചിരിക്കുന്ന മനുഷ്യ ശരീരം ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇനി നല്ല ചൂടുള്ള മരുഭൂമിയിൽ ചെന്നാലോ നമ്മുടെ ശരീരം വിയർത്ത് കുളിക്കും. ശരീരം തണുപ്പിക്കാനുള്ള സംവിധാനമാണ് വിയർപ്പ് എന്ന് നമുക്കറിയാം. അവിടെയും ശരീര താപനില ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസിന് അടുത്ത് തന്നെയായിരിക്കും. 2ാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ ശരീരത്തിൽ ശൽക്കങ്ങളാണോ, ചെതുമ്പലുകളാണോ, തൂവലുകളാണോ, അതോ രോമങ്ങളാണോ ഉള്ളത്? രോമങ്ങളാണ് ഉള്ളത്. 3ാമത്തെ ചോദ്യം, കുഞ്ഞുങ്ങളെ പാല് കൊടുത്ത് വളർത്തുന്ന ജീവിയാണോ മനുഷ്യൻ? അതെ, 2 മുതൽ 3 വയസ്സ് വരെ
മനുഷ്യരുടെ കുഞ്ഞുങ്ങൾ അമ്മയുടെ പാല് കുടിച്ച് തന്നെയാണ് വളരുന്നത്. 4-ാമത്തെ ചോദ്യം, മനുഷ്യർ ശ്വസിക്കുന്നത് ശ്വാസകോശം ഉപയോഗിച്ചാണോ? അതെ, മനുഷ്യർ ശ്വാസകോശം ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ സവിശേഷതകളും സസ്തനികളുടെ സവിശേഷതകളാണ്. സസ്തനികളുടെ എല്ലാ സവിശേഷതകളും മനുഷ്യനുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യനൊരു സസ്തനിയാണ് എന്ന് നമുക്ക് 100% കൃത്യമായിട്ട് പറയാൻ പറ്റും. അതെ, യൂക്കാരിയ ഡൊമൈനിലെ അനിമേലിയ കിങ്ഡത്തിലെ നട്ടെല്ലുള്ള ജീവിവർഗമായ കോർഡേറ്റ ഫൈലത്തിൽ ഉൾപ്പെടുന്ന സസ്തനികളാണ് മനുഷ്യർ. ഇനി നമ്മൾക്ക് മനുഷ്യനും മറ്റു മൃഗങ്ങളും തമ്മിലുള്ള സമാനതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് സസ്തനികളുടെ ക്ലാസ്സിൽ എത്തി നിൽക്കുമ്പോഴുള്ള സാമ്യങ്ങൾ. സസ്തനികൾ എന്ന ക്ലാസ്സിൽ ഉൾപ്പെടുന്ന എല്ലാ ജീവികളുടെയും ശരീരത്തിൽ കോശങ്ങളുണ്ട്. എല്ലാ ജീവികളുടെയും ശരീരത്തിലെ കോശങ്ങളിൽ ന്യൂക്ലിയസ് ഉണ്ട്. എല്ലാ ജീവികളുടെയും ന്യൂക്ലിയസിനുള്ളിൽ DNA ഉണ്ട്. എല്ലാ ജീവികളുടെയും DNA നീളത്തിലാണ് ഉള്ളത്. ജീവികളുടെ കോശങ്ങൾക്ക് ചുറ്റും കട്ടിയുള്ള സെല്ലുലോസോ കൈറ്റിനോ കൊണ്ടുള്ള കോശഭിത്തി ഇല്ല. എല്ലാ ജീവികൾക്കും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ അല്പമെങ്കിലും ചലിക്കാൻ കഴിയും. എല്ലാ ജീവികളും മറ്റു ജീവികളെയും ജീവികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജൈവ പദാർത്ഥങ്ങളും ഭക്ഷിച്ച് വയറ്റിൽ വെച്ച് ദഹിപ്പിച്ച് അതിൽ നിന്നും ഊർജം സ്വീകരിക്കുന്നു. എല്ലാ ജീവിവർഗങ്ങളും അടുത്ത തലമുറയെ ജനിപ്പിക്കുന്നു. എല്ലാ ജീവികളും ബഹുകോശ ജീവികളാണ്. എല്ലാ ജീവികൾക്കും നട്ടെല്ലുണ്ട് അല്ലെങ്കിൽ നോട്ടോകോഡുണ്ട്. എല്ലാ ജീവികളുടെയും ശരീരത്തിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സ്റ്റേജിൽ ഒരല്പമെങ്കിലും രോമം വളരാറുണ്ട്. എല്ലാ ജീവികളും ശരീര താപനില സ്വയം ക്രമീകരിക്കുന്ന ഉഷ്ണരക്തമുള്ള ജീവികളാണ്. എല്ലാ ജീവികളും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് വളർത്തുന്ന ജീവികളാണ്. എല്ലാ ജീവികളും ശ്വാസകോശം ഉപയോഗിച്ച് ഓക്സിജൻ ശ്വസിക്കുന്നു. എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ 4 അറകളാണുള്ളത്. ഇത്രയും സമാനതകളാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ വെച്ച് പറയാൻ കഴിയുന്നത്. കൂടുതൽ സമാനതകൾ, കൂടുതൽ സാമ്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ, മനുഷ്യനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ഈ വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും നന്ദി. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനായിട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, എതിരഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസങ്ങൾ മാത്രമാണോ ഉള്ളത്, അതോ എന്തെങ്കിലുമൊക്കെ സാമ്യങ്ങളൊക്കെ ഉണ്ടോ? ഇതിനെപ്പറ്റി നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ വളരെ വിശദമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.